പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഈ ബന്ധം മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. താൻ ഈ ബന്ധം മുന്നിലേക്ക് കൊണ്ടുപോയാൽ രണ്ടു വീട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അച്ചു. രുക്കുവിനെ ചെന്ന് കാണുകയാണ് അച്ചു. രുക്കു, നമുക്ക് ഇനി ഈ ബന്ധം മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് പിരിയാം രുക്കു. അച്ചു, നിനക്ക് രുക്കുവിനെ വേണ്ടേ? നിനക്ക് എന്നോട് ഇത്ര സ്നേഹമേ ഉള്ളൂ? ഞാൻ ഇത്രയേ ഉള്ളൂ നിനക്ക്? ഒരു അപകടം വന്നപ്പോൾ നീ എന്നെ ഇട്ടേച്ചു പോവുകയാണോ? രുക്കു, ഞാൻ ഈ ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. നീ ആ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. ഇല്ല അച്ചു, നീയില്ലാതെ എനിക്ക് മറ്റൊരു ജീവിതം ഇല്ല. അതാണ് സത്യം. ഞാൻ നിന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. പ്ലീസ് അച്ചു, എന്നെ ഉപേക്ഷിച്ച് നീ പോകരുത്. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയല്ല. എൻ്റെ മനസ്സിൽ എന്നും നീ ഉണ്ടാകും രുക്കു. നീ ധൈര്യമായിരി. ഞാനുണ്ട് നിനക്ക്. ഇത് കേട്ടതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ രുക്കുവിന്. പക്ഷേ അച്ചുവിൻ്റെ കാര്യത്തിൽ എന്തു ചെയ്യും എന്നൊരു ചോദ്യം മുൻപിൽ ബാക്കിയാവുകയാണ്. ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. രുക്കുവിൻ്റെയും അച്ചുവിൻ്റെയും കാര്യം സംസാരിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് അർച്ചന പോകാൻ ഒരുങ്ങുമ്പോൾ കൂടെ ഞങ്ങളും വരാമെന്ന സഹോദരന്മാർ പറയുന്നു. വേണ്ടടാ, നിങ്ങൾ വന്നാൽ പ്രശ്നങ്ങൾ വഷളാവുകയേയുള്ളൂ. ഞാൻ പോയി സംസാരിച്ച് കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കാം. ചേച്ചി, അത് വേണ്ട, ഞങ്ങളും വരാം. വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിക്കേ. ചേച്ചി, ഞങ്ങളും വരാന്ന് പറഞ്ഞില്ലേ? എടാ വേണ്ട എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് അർച്ചന. അപ്രതീക്ഷിതമായ അർച്ചനയുടെ വരവ് കണ്ടതിനെ തുടർന്ന് ചിന്നുവിൻ്റെ കാര്യം സംസാരിക്കാനാണ് എന്നാണ് വിജയശങ്കർ വിചാരിക്കുന്നത്. എന്താ ഇത്ര പെട്ടെന്ന് തോൽവി സമ്മതിച്ചോ? ഞാൻ ചിന്നുവിൻ്റെ കാര്യം സംസാരിക്കാനല്ല വന്നിട്ടുള്ളത്. പിന്നെ? ഇത് കേട്ട ചന്ദ്രമതിക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ഞാൻ ഇവിടേക്ക് വന്നത് അച്ചുവിൻ്റെയും രുക്കുവിൻ്റെയും കാര്യം സംസാരിക്കാനാണ്. അവർ തമ്മിൽ എന്താ കാര്യം? മനസ്സിലായില്ല. അവർ തമ്മിൽ പ്രണയത്തിലാണ്. അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നതിനായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് തീരുമാനം എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിരു വീട്ടുകാരും തമ്മിലുള്ള ദേഷ്യം മൂലം അവരുടെ നല്ല ഭാവി തകരരുത്. ആ ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഇല്ല, ഈ വിവാഹം നടക്കില്ല. ചന്ദ്രമതി തീർത്തു പറഞ്ഞ് മുന്നിലേക്ക് കയറി വരികയാണ്. ഇത് അർച്ചനയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ വിജയശങ്കർ കാര്യങ്ങൾ ഇത്തിരി സീരിയസ് ആയി ആലോചിച്ച് പറയണം. വെറുതെ ഇമോഷന്റെ പേരിൽ എടുത്തു ചാടരുത്. കുട്ടികളുടെ ജീവിതമാണ്. അതാണ് ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞത്. നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കേ. ഇതോടെ വിജയശങ്കർ ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.